ഈ വീഡിയോ കണ്ടോ? കോയമ്പത്തൂരിൽ നടന്നൊരു സംഭവമാണ്. 10 വയസ്സൊരു കുഞ്ഞിനെ 2 അസുരന്മാർ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിട്ട് അതിനെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ്. എന്ത് എന്ത് നമ്മൾ എത്രയൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും, നമുക്ക് എത്രയൊക്കെ ആധുനികമായിട്ടുള്ള ചിന്താഗതി വന്നെന്ന് പറഞ്ഞാലും ഇതിന് മാത്രം യാതൊരു മാറ്റവും ഇല്ല. സമൂഹത്തിൽ ഇത് മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരിലുള്ള ആക്രമണം മാത്രമല്ല, ഇത് നോക്കിയ 10 വയസ്സുള്ള കുഞ്ഞിന് 10 വയസ്സുള്ളത് കുഞ്ഞാന്ന് പോലും തിരിച്ചറിയാത്തത് അവന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിയമം ഒരുപാട് നമ്മൾ മാറ്റുന്നുണ്ട്. നമ്മൾ നിർമ്മാണ സഭയിലേക്ക് കുറേ ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിടുന്നുമുണ്ട്. പക്ഷേ ഇതിന് മാത്രം യാതൊരു മാറ്റവും ഇല്ല. കുഞ്ഞിനെപ്പോലും തിരിച്ചറിയാത്ത ഇവന്മാരെയൊക്കെ സ്പോട്ടിൽ തന്നെ കൊല്ലുക എന്നുള്ളതാണ്. നാട്ടുകാർ തന്നെ ചേർന്ന് അവരെ കൊല്ലുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വധശിക്ഷയ്ക്കാനെതിരാണ്. പക്ഷേ ഇവരെയൊക്കെ ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? നമ്മുടെ സമൂഹം കുറേയൊക്കെ അതിനെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ സിനിമ പോലും കണ്ടിട്ടില്ല റേപ്പിനെയൊക്കെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഒരു സ്ത്രീയെ ആക്രമിക്കുമ്പോൾ ആ സ്ത്രീ കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക തള്ളി മാറ്റുകയും പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കൊക്കെയാണ് റേപ്പിനെ നമ്മൾ സിനിമയെ കാണിക്കുന്നത്. വളരെ ക്രൂരമായിട്ടാണ് റേപ്പ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഒരു സ്ത്രീക്ക് മേലുണ്ടാകുന്ന ഏറ്റവും വലിയ അതിക്രമമാണ് റേപ്പ് എന്ന് പറയുന്നത്. ആ ആ ഒരു കാര്യത്തിനെ വളരെ നോർമലൈസ് ആയിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും നോക്കിയിട്ടുണ്ട് സിനിമയിൽ. കാരണം ആ സ്ത്രീയെ എത്രമാത്രം എതിർക്കുന്നുണ്ട്, അത് എത്രമാത്രം ക്രൂരമാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഓരോ ആണുങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അത് അങ്ങനെ തന്നെ കാണിക്കണം. സ്ത്രീകൾക്കുമെതിരുള്ള ആക്രമണങ്ങൾ കറക്റ്റായിട്ട് തന്നെ കാണിക്കണം. അങ്ങനെ കാണിച്ച് തന്നെയാണ് ബോധവൽക്കരിക്കേണ്ടത്. വരുന്ന കുട്ടികളെ അമ്മമാർ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്, ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ ആക്രമിക്കരുത്, സ്ത്രീകളെ ആക്രമിക്കരുത്, സ്ത്രീകൾ ഇന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നെ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറേ അപാധകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം മറവാണ്. എല്ലാം മറച്ച് വെച്ചിട്ട് നോക്കി ആ കുഞ്ഞിനെ കണ്ടിട്ട് തന്നെ എന്ത് സങ്കടം തോന്നുന്നു നോക്കി. എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. നമ്മൾ ഒരുപാട് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു രക്ഷയില്ല. പലരും പറഞ്ഞിട്ട് വസ്ത്രധാരണമാണ് ഇത് വസ്ത്രധാരണം എന്തുകൊണ്ട് ഈ വസ്ത്രധാരണമൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ടോ? 10 വയസ്സുള്ള കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കൂടെ നടന്ന് കളിക്കുന്ന പ്രായം പോലും അല്ല, തീരെ പൊടിക്കുഞ്ഞ്. അതിൻ്റെ മോഹം കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ മുടി കൊണ്ട് തന്നെ അതിൻ്റെ കഴുത്ത് മുറുക്കി എന്തുവാണ് ഭയങ്കര ക്രൂരമായിട്ട്. ഇവന്മാരെ ഒന്നും ഒരിക്കലും ജീവനോടെ വിടുകയേ ചെയ്യരുത്. സത്യമായിട്ടും പബ്ലിക്കായിട്ട് ഇവരെ അടിച്ചു കൊന്നിട്ട് കെട്ടിത്തൂക്കിടണം. പണ്ടത്തെ ഗോത്ര ചിന്താഗതിയായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ തല കീഴായിട്ട് തല വെട്ടി ദൂരെയായിട്ട് കെട്ടിത്തൂക്കിയിടണം. ഇത് കണ്ടിട്ട് പോലും ഇനി കുഞ്ഞുങ്ങളുടെ മേത്ത് ആരും കൈവയ്ക്കരുത്.